നമുക്ക് ട്രോഫി ഇല്ലെങ്കിൽ എന്താ പ്രോബ്ലം? നമുക്ക് ചിപ്സ് ഉണ്ടല്ലോ. ഈ ബ്ലാസ്റ്റേഴ്സ് ഫാൻസ് ആണ് ഒരു ഗ്രാഫ് പോലെയാണ്. ചില സമയങ്ങളിൽ അവർ ഭയങ്കര ഹാപ്പി ആയിരിക്കും, ചില പ്രത്യേക സമയങ്ങളിൽ അവർ ഭയങ്കര സാഡായിരിക്കും. കേരള ബ്ലാസ്റ്റേഴ്സ് ISLലെ ഏറ്റവും മികച്ച ആരാധകരുള്ള ഒരൊറ്റ ക്ലബ്. ആരാധകരെ വെച്ച് മാത്രം പണം ഉണ്ടാക്കുന്ന ഒരൊറ്റ ടീം. ഇക്കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സ് പുതിയ ചിപ്സും ഗോലിസോടയും പുറത്തിറക്കി. ഇത്തവണ ISL മാച്ച് ഇല്ലെങ്കിൽ പോലും ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു ബിസിനസ് മൈൻഡ് തന്നെയാണ്. മോഹൻ ബഗാൻ, FC ഗോവ, ഈസ്റ്റ് ബംഗാൾ തുടങ്ങിയ ടീമുകളല്ലാതെ മറ്റു ടീമുകളെല്ലാം ഒരു ഭാഗത്ത് ഡൗൺ ആയി നിൽക്കുക. ഇത്തവണ ISL ഇല്ല എന്നറിഞ്ഞിട്ടും FC ഗോവ, മോഹൻ ബഗാൻ, ഈസ്റ്റ് ബംഗാൾ ഇവർ മികച്ച താരങ്ങളെ സൈൻ ചെയ്യുന്നുണ്ട്. ഇതാണ് ആക്ച്വലി ഒരു പ്രൊഫഷണൽ ഫുട്ബോൾ എന്ന് പറയുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സ് ആകട്ടെ വിദേശ താരങ്ങളോട് നിങ്ങൾക്ക് വേണ്ട ക്ലബിൽ പോയി കളിക്കാന്ന് വരെ ഓഫർ നൽകി. പക്ഷെ ആ ഒരു മാനേജ്മെന്റിന്റെ മനസ്സ് നിങ്ങൾ കാണാതെ പോകരുത്. പക്ഷെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മാനേജ്മെന്റിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് കപ്പില്ലെങ്കിൽ എന്താ, അതേമാതിരി സീസൺ നടന്നില്ലെങ്കിൽ എന്താ, നമുക്ക് ചിപ്സ് ഉണ്ടല്ലോ. ആ ഒരു മെന്റാലിറ്റിയാണ് ഈ മാനേജ്മെന്റിന്. എങ്ങനെ ഈ ഒരു ആരാധകരെ വെച്ച് ആരാധകരെ ഇമോഷനെ തകർത്തി എങ്ങനെ പണം ഉണ്ടാക്കുന്നത് തന്നെയാണ് മാനേജ്മെന്റിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം. നമ്മൾ വിചാരിച്ച ഒരു സ്ക്വാഡ് ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ആരാധകരെ കൊണ്ട് മാത്രമേ കഴിയൂ. ഇനി വരുന്ന സീസണിൽ ആരാധകർ കളി കാണാൻ സ്റ്റേഡിയത്തിലേക്ക് പോകരുത്. ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റിനും ടീമിനൊന്നും ഇല്ലാത്ത ഒരു കമ്മിറ്റ്മെന്റ് എന്തിനാണ് ആരാധകർ വെറുതെ ഇങ്ങനെ പാടി നടക്കുന്നത്? സോ അതുകൊണ്ട് തന്നെ ആരും സ്റ്റേഡിയത്തിലേക്ക് കളി കാണാൻ പോകരുത്. ഓരോ ബ്ലാസ്റ്റേഴ്സ് ആരാധകരും കളി കാണാൻ ഒരുപാട് പ്രതീക്ഷയോട് കൂടിയാണ് സ്റ്റേഡിയത്തിലെത്തുന്നത്. പക്ഷേ ബ്ലാസ്റ്റേഴ്സിൽ നിന്നും അവർ ഒരുപാട് പ്രതീക്ഷിച്ചിട്ടൊന്നുമല്ല. പല പ്രതിസന്ധി ഘട്ടത്തിലൂടെയും ഈ ആരാധകർ കടന്നു പോയിട്ടുണ്ട്. പല വിമർശനങ്ങളും ഈ ആരാധകർക്ക് ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ അവർക്ക് ഈ മാനേജ്മെന്റിൽ നിന്ന് കിട്ടുന്നത് പ്രത്യേകിച്ച് ഒന്നും തന്നെയല്ല. ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം എങ്ങനെ ആരാധകരിൽ നിന്ന് പണം ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ്. നമ്മൾ ഓരോ ആരാധകരും വിചാരിച്ച ഈ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റിനെ നമുക്ക് മാറ്റിയെടുക്കാം. അതിന് നമ്മൾ ഈ ഒരു ഒറ്റ കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇനി വരുന്ന ISL സീസണിൽ ഒരു ആരാധകരും സ്റ്റേഡിയത്തിലേക്ക് കളി കാണാൻ പോകരുത്. ഇതൊക്കെ തന്നെയാണ് ഈ ഒരു വീഡിയോയെ കുറിച്ച് പറയാനുള്ളത്. തൊലിഞ്ഞ മാനേജ്മെന്റും ഒരുപാട് പ്രതീക്ഷയോടെ നിൽക്കുന്ന ഫാൻസും. സോ എന്തായാലും ഒന്നെങ്കിൽ മാനേജ്മെന്റ് അല്ലെങ്കിൽ ആരാധകർ. സോ എന്തായാലും ഇനിയും ഇതുപോലത്തെ കിട്ടുന്ന അവസരങ്ങൾ മുതലാക്കാനായിട്ട് നമ്മൾ വീണ്ടും വരും. സോ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവർക്ക് എല്ലാവർക്കും ബൈ.